ഹായ് നമസ്കാരം. എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്തെടുക്കാണ്? സുഖമായിട്ടിരിക്കണോ? പണികളൊക്കെ കഴിഞ്ഞോ? എന്തൊക്കെയുണ്ട് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളാണെന്ന് വിചാരിക്കണു. എനിക്കും നല്ല വിശേഷം തന്നെയാണ്. ഇന്നത്തെ വിശേഷം, ഞങ്ങളുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. മക്കളൊക്കെ വൈകുന്നേരം വരും. അപ്പോൾ അവരായിട്ടൊന്ന് എൻജോയ് ചെയ്തിരിക്കുക കുറച്ച് നേരം, അത്രേ ഉള്ളൂ. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറികൾ ഇങ്ങനെ കൊല്ലം കൊല്ലം നമ്മളിങ്ങനെ ഇതാകുമ്പോൾ പുതിയ കാലഘട്ടത്തിലത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അത് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് 2 മാസം ആകുമ്പോഴേക്കും വേണ്ടാന്ന് വെച്ച് അവർ വേറെ സെപ്പറേറ്റഡ് ആവുക. പിന്നെ പ്രശ്നങ്ങൾ, വഴക്കുകൾ, അങ്ങനെ വേണ്ടാന്ന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കണ ആളുകൾ, കുട്ടികൾ കൂടി വരുന്നൊരു കാലഘട്ടമാണിത്. പുതിയ തലമുറകൾക്ക് വിവാഹ ജീവിതത്തിൽ താല്പര്യമില്ല എന്നും പറയുന്നുണ്ട്. വിവാഹം വേണ്ടാന്നുള്ള അഭിപ്രായമുള്ളവരും ഉണ്ട്. പക്ഷേ വിവാഹം അങ്ങനെ അഭിപ്രായമുള്ളവരെ പറ്റി നമുക്ക് കുഴപ്പമില്ല, നല്ല കാര്യം. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. പ്രശ്നമില്ല. അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് ഇങ്ങനെ 2 കൂട്ടർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായിട്ട് ജീവിക്കുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കുക. അതിൽ നല്ലത് വിവാഹം വേണ്ടാന്ന് വയ്ക്കുക നല്ലത്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, പുതിയ തലമുറക്കാർ എന്നോട് വിഷമം തോന്നരുത്. ഞാൻ ഇപ്പോഴത്തെ ഒരു നടപ്പ് കണ്ടിട്ട് പറഞ്ഞതാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ നമുക്ക് പറയാൻ പറ്റില്ല. ആണും പെണ്ണൊന്നും വ്യത്യാസമില്ല. ആർക്കും സഹകരിച്ച് പോകാനായിട്ട് പറ്റില്ല. ഞാൻ എന്താണോ വിചാരിച്ചത് എനിക്കത് നടക്കണം. അതേപോലെ എൻ്റെ തീരുമാനങ്ങൾ നടക്കണം. ഞാൻ എന്ന ഭാവം, ഞാൻ എനിക്ക് അങ്ങനെ ഉള്ളൊരു കാലഘട്ടമാണ് പുതിയ തലമുറ നടന്നു പോകുന്ന കാലഘട്ടം. പക്ഷെ നമ്മുടെ ഒന്നും കാലഘട്ടം അങ്ങനെയല്ല. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ എന്നാണ് ഉള്ള കാലഘട്ടമായിരുന്നു. ഞാൻ എന്ന് പറയില്ല, എനിക്ക് എന്ന് പറയൽ കുറവായിരുന്നു, നമുക്ക് എന്ന് പറയലായിരുന്നു കൂടുതലന്ന്. അന്നത്തെ തലമുറ എങ്ങനെയാണ്? നമ്മൾ എന്ന് തന്നെയാണ് പറയുക. ഇപ്പം ഉള്ള വിവാഹം കഴിഞ്ഞാൽ ഒരു പകുതിയിലധികം പുതിയ കപ്പിൾസ് പറയണൊക്കെ അതിലത്തെ പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, എനിക്ക്, എൻ്റെ കാര്യം, നിൻ്റെ കാര്യം, അങ്ങനെയാണ് പറയണത്. അങ്ങനെ പറയണത് തന്നെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളൊരു വിടവുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ലേ? നമ്മൾ എന്ന് പറയുന്നതും ഞാൻ എന്ന് പറയണതും എൻ്റെ എന്ന് പറയണതും വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോണത്. പുതിയ തലമുറ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതിൽ കൂടിയാണ് പോണത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറുടെ ഇഷ്ടങ്ങളും കൂടി കുറേ അംഗീകരിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മൾ കുറേ നിൽക്കേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും, സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യാത്ത സ്ഥലങ്ങളിൽ ഒരു ഏകാധിപത്യം നിലനിൽക്കണത് എവിടെയാണോ അവിടെ വിവാഹ ജീവിതം ചിലപ്പോൾ പോകുന്നുണ്ടാവും മുന്നോട്ട്. പക്ഷേ അത് സന്തോഷത്തിലുള്ളൊരു പോക്കല്ല. സ്വേച്ഛാധിപതികളുടെ കൂടെ ജീവിക്കാൻ എളുപ്പമല്ല. ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും കൂടെ ജീവിക്കാൻ എളുപ്പമല്ല. അവർ പറയണ റൂളാണ് അവിടുത്തെ ഒരു റൂള്. അങ്ങനെ ആകുമ്പോൾ പറ്റില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യണം. അതായത് ആണിനായാലും പെണ്ണിനായാലും അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞ് നമുക്ക് എങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കണം. 2 കൂട്ടരും, ഒരാളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പം അവർ തമ്മിലൊരു തീരുമാനം എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം കുറവാണ്. ഇപ്പോൾ പഴയ പോലെ ഇപ്പോൾ സംസാരമില്ല. എല്ലാവരും ഈ ഫോണും കൈ പിടിച്ചിരിക്കുക കാരണം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തന്നെ നേരമില്ലാത്തൊരു കാലമാണ്. അപ്പം എന്താ, സംസാരം കുറയുമ്പോൾ അവിടെ ബന്ധങ്ങളുടെ ഇത് കുറയാണ്, നേരമില്ല. നമ്മൾ പണ്ടുള്ളവർക്ക് അങ്ങനെയല്ല. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ സംസാരിക്കാൻ നേരമുണ്ട്. സ്ത്രീകളും വലിയ ജോലിക്കാരൊന്നല്ല. അവർക്കും ഭർത്താവിനോട് സംസാരിച്ചിരിക്കാനും ഭർത്താവിന് ഭാര്യയോട് സംസാരിച്ചിരിക്കാനും ഫാമിലിയായിട്ട് ഒത്തുചേർന്ന് അവരെല്ലാവരുമായിട്ട് വർത്തമാനം പറയാനുള്ള സൗകര്യവും സമയവും അന്നുണ്ട്. ഇപ്പം അതില്ല. ഇപ്പോൾ നമ്മൾ ഈ മൊബൈല്, അതേപോലെ നമ്മുടേതായ ജോലിയുടെ സ്ട്രെസ്സ്, അങ്ങനെ പലതും ഉള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പണ്ടുള്ളവരെക്കാളും കുറേ കൂടി ശ്രദ്ധിക്കണം പിള്ളേർ. അതായത് ബന്ധങ്ങൾ വേഗം സ്പ്ലിറ്റായി പോകാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണിത്.
അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഉള്ള സമയം ഈ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാതും പറയാൻ തയ്യാറാവുകയും അത് കേൾക്കാൻ എതിരെ നിൽക്കുന്ന പാർട്ട്ണർ തയ്യാറാവുകയും വേണം. ചെറിയ ചെറിയ സന്തോഷങ്ങളാവും, ചെറിയ ചെറിയ കാര്യങ്ങളാവും ഭാര്യമാർക്ക് പറയാനുള്ളത്, ചെറിയത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഭർത്താക്കന്മാർ തയ്യാറാവണം. ഭാര്യമാരങ്ങനെ പറയുമ്പോൾ ഒന്നും മിണ്ടാണ്ട് നിന്നേന്ന് പറയാണ്ട് അത് കേൾക്കാൻ തയ്യാറാവുക. അല്ലെങ്കിൽ ചെറിയൊരു ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കുക. അതേപോലെ തിരിച്ചും അങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്കിപ്പോൾ പുതിയ തലമുറ പഴയ തലമുറ എന്നൊന്നുമില്ല. എല്ലാ കാലഘട്ടത്തിലും ഭാര്യയും ഭർത്താവിൻ്റെ ജീവിതമൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഉള്ളവർ അങ്ങനെയല്ല. ഇപ്പോൾ ഉള്ളവർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം, നിനക്ക് നിൻ്റെ കാര്യം, അങ്ങനെ ഒരു ചിന്ത പാടില്ല. അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ ജീവിതം പരാജയത്തിലേക്ക് പോവുള്ളൂ. അപ്പോൾ എപ്പോഴും അവരെ മറ്റുള്ള പാർട്ട്ണറുടെ, അതായത് ഭാര്യയുടെ ഇഷ്ടം മനസ്സിലാക്കി ഭർത്താവും ഭർത്താവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ഭാര്യയും പെരുമാറുകയാണെങ്കിൽ ആ ജീവിതം വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതുണ്ടായിരിക്കും. പിന്നെ ഒരു വിശ്വാസം, ഭർത്താവിന് ഭാര്യയോട് ഒരു വിശ്വാസം വേണം, ഭാര്യയ്ക്ക് ഭർത്താവിലും വിശ്വാസം വേണം. അതാണ് ഒരു വിവാഹബന്ധത്തിൽ ഏറ്റവും അടിത്തറയായിട്ടുള്ള കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ, എന്തുണ്ടായിട്ടും കാര്യമില്ല. പണമുണ്ട്, പ്രശസ്തി, ഒന്നും ഒരു കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു വിശ്വാസമാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതുണ്ടാവണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കയ്യിലുള്ളതിൽ ഒതുങ്ങി ജീവിക്കാനായിട്ടും കൂടി പഠിക്കണം. ഇപ്പോൾ ഭാര്യമാർക്കായാലും ഭർത്താക്കന്മാർക്കായാലും വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനനുസരിച്ചുള്ള സാമ്പത്തികം കുറവാണെങ്കിൽ നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ ശീലിക്കണം. അതേപോലെ നമുക്ക് കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ ആ കുട്ടികളെയും നമ്മുടെ ഒരു നിലവാരത്തിനനുസരിച്ച് അവരെ പറഞ്ഞ് നമ്മൾ ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ കുട്ടികളെ നല്ല രീതിയിലും അവരെയും കൂടി ചെറിയ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ കപ്പിൾസിന് അവരുടേതായ പ്രശ്നങ്ങളുടെ ഇടയിൽ ഈ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് പരമാവധി അവർ വിട്ടുപോകലാണ് പതിവ്. അപ്പോൾ ആ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ അച്ഛനും അമ്മയുടെ സ്നേഹം അവർക്ക് കുറഞ്ഞു പോകും. അച്ഛൻ വേർപിരിഞ്ഞ് പോയ കുട്ടികളായാലും അമ്മയുടെ കൂടെ തന്നെ ജീവിക്കുന്ന കുട്ടികൾ അവർക്കൊക്കെ ശരിക്കും അവരുടെ മനസ്സിന് ഭയങ്കരമായൊരു പിരിമുറുക്കുണ്ടാവും കുട്ടികളുടെ മനസ്സിൽ. അത് നമുക്ക് മനസ്സിലായിക്കൊള്ളൊന്നുമില്ല, നമ്മളോട് അവർ പറഞ്ഞോളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു തീരുമാനത്തിലൊന്നും എത്താതെ നമ്മൾ എത്രയും യോജിപ്പിൽ പോകാൻ നമുക്ക് പറ്റുമോ അത്രയും യോജിപ്പിൽ പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചാൽ നടക്കാത്തൊന്നുമില്ല. നമ്മൾ പറയില്ലേ, സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്തൊന്നുമില്ല എന്നാണ് പറയുക. സ്നേഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക, ഉള്ളറിഞ്ഞ് സ്നേഹിക്കുക എന്ന് പറയാനായിട്ടില്ല. അങ്ങനെ സ്നേഹം വേണം. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ട്രാക്കിലേക്ക് വീഴും. തുടക്കത്തിലുണ്ടാവുള്ള പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാക്കിലേക്ക് വീണ് നമ്മൾ അതിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഭർത്താവിന് ഭാര്യനെ പറ്റി അറിയാം, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ചില ശീലങ്ങളുണ്ട്. അപ്പോൾ അവൾക്ക് അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ഈ ഭർത്താവിൻ്റെ ജീവിതം ഇങ്ങനെയാണ്, അയാളിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഭാര്യ പറഞ്ഞിട്ട് കാര്യം ആൾക്ക് അത് ഇഷ്ടാവില്ല, ഞാൻ ഇങ്ങനെ ചെയ്ത ആൾക്ക് ഇഷ്ടാവില്ല എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം. അങ്ങനെ രണ്ടു കൂട്ടരും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അവർ ഒരു എന്തെന്നാ പറയുക, രമ്യതയിൽ കൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയവർ. അപ്പോൾ പരസ്പരം മനസ്സിലാക്കിയെന്ന് അങ്ങനെയാണ്. ആളെ നമ്മൾ ഇതിൽ നിന്നും മാറ്റം വരും. ചില ആളുകളുടെ എന്തെന്നാ പറയുക, അടിസ്ഥാന സ്വഭാവങ്ങൾ പലതും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ പാർട്ട്ണർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. അവർക്ക് ചെറുപ്പം തൊട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും. അതവർക്ക് മാറ്റാൻ പറ്റില്ല. മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ അവർക്കത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പാർട്ട്ണർ അത് ബലമായിട്ട് മാറ്റാൻ ശ്രമിച്ചാലും നടക്കാതെയോ. ചിലവർക്ക് മാറ്റം വരും, ചിലവർ മാറുമൊന്നുമില്ല. അവർക്ക് ആ ജന്മനുള്ള വാസനയാണത്, അതിൽ നിന്ന് അവർ മാറില്ല. അപ്പോൾ എതിരെ നിൽക്കുന്ന പാർട്ട്ണർ അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം സുഖമായിട്ട് മുന്നോട്ട് പോകും. അല്ല, ഈ ആളെ മാറ്റം വരുത്തണം എന്ന് നമ്മൾ ജീവിതകാലം മുഴുവൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല. മനസ്സിലായ? അപ്പോൾ അത് കാരണം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാണ്ട് നമ്മൾ
കൂടുതൽ അവർ അങ്ങനെയാണ്, ഈ ആൾ മാറില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കാൻ പരമാവധി ശ്രമിക്കുക. നമുക്ക് ശ്രമിക്കാമല്ലോ. അതിനനുസരിച്ച് നമ്മുടെ ജീവിതചര്യകൾക്കൊക്കെ മാറ്റം വരുത്താനും ഒക്കെ പറ്റും. ചില ആളുകളുണ്ട്, ചില ആളുകൾക്ക് ചിട്ട കൂടുതലാണ്. അപ്പോൾ ആ ചിട്ട വല്ലാണ്ട് ചിട്ടയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കുറേ നാൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും ആ ചിട്ടയ്ക്കനുസരിച്ച് ജീവിക്കാനും. നമ്മളങ്ങനെ ജീവിച്ച് വന്നവരാവില്ലല്ലോ. അപ്പോൾ അവരുടെ ചിട്ടയ്ക്കനുസരിച്ച് മാറ്റം വരുത്താനായിട്ട് കുറേ നാൾ പിടിക്കും നമുക്ക്. പക്ഷെ കുറേ നാൾ പിടിച്ച് നിന്ന് കുറേ നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കും. നമ്മളെല്ലാവരും ഇപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊന്നും എനിക്ക് നമ്മുടെ ഭർത്താവിൻ്റെ സ്വഭാവം ഇതൊക്കെ എന്ത് സ്വഭാവമാണെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എന്തെങ്ങനെയെന്ന് കുറേ നാളൊക്കെ നമുക്ക് വിഷമം ഉണ്ടാവും, എന്തെങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ അത് പോകെ നമ്മൾ കുറേ നാളൊക്കെ നമുക്കത് സഹിക്കാനും നമുക്കത് ക്ഷമിക്കാനും നമുക്കത് ഉൾക്കൊള്ളാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അതിനോട് ഇണങ്ങാണ്. ആ സ്വഭാവത്തിനോട് നമ്മൾ യോജിക്കുകയാണ്. ആ സ്വഭാവത്തിനോട് ഭർത്താവിൻ്റെ ആയാലും ഭാര്യയുടെ ആയാലും, ഞാൻ ഇപ്പോൾ ഒരാളെ തന്നെയല്ല പറയണേ, ഭാര്യയുടെ ആയാലും ആ സ്വഭാവം അങ്ങോട്ട് ഈ ആൾ ഇങ്ങനെയാണ് എന്നറിഞ്ഞിട്ട് നമ്മൾ അവരെ അംഗീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം വളരെ സുഖമാണ്. പിന്നെ നമ്മൾ മാറ്റം വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കില്ല. ആ ആളെങ്ങനെയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഏറ്റവും നല്ലത് അതാണ്. ആളെങ്ങനെയാണോ അങ്ങനെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, രണ്ടു കൂട്ടരും. അങ്ങനെ ഉൾക്കൊണ്ട് നോക്കുമ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, ആൾക്ക് ഇങ്ങനെ ചില ശീലങ്ങളുണ്ട്, സാരില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് ഭർത്താവിനും